സോഷ്യലിസം എന്ന മനോഹരമായ സ്വപ്നത്തിന് നേർക്കാണ് അദ്ദേഹം കല്ലെടുത്തെറിഞ്ഞത്. രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസുകാരൻ. ഏതു ലോകത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്? അവർ നടപ്പിലാക്കുന്ന ഈ പുകഴ്ത്തിപ്പാടുന്ന പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളില്ലേ, ആ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ട് 2 ദശകം പിന്നിടുകയാണ്. 20 സംവത്സര കാലം. എന്താണ് ബാക്കി പത്രമായുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വക്കോൽ മിനാരം മറഞ്ഞ മുറ്റത്തിന്നു ചെണ്ട കൊട്ടിക്കട തെയ്യങ്ങളാടുന്നു. ഇനി എന്റെ കരളും പറിച്ചുകൊള്ളുക, ഇനി എന്റെ സർവ്വതും എടുത്തുകൊള്ളുക. വക്കോൽ മിനാരം മറഞ്ഞു നിന്ന സമൃദ്ധിയുടെ വീട്ടുമുറ്റങ്ങളിൽ വന്നു നിന്ന ബാങ്കിൽ നിന്നും വന്ന ഉദ്യോഗസ്ഥന്മാർ കടത്തെയ്യങ്ങളെ പോലെ ഉറഞ്ഞു തുള്ളിയപ്പോൾ, ജപ്തി നടപടികൾക്കായി കൊപ്പുകൂട്ടുമ്പോൾ ശിരസ് കുനിച്ചു പിടിച്ചിറങ്ങിപ്പോകാൻ എന്റെ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിനോട് ഇതാ വിട പറയുകയാണ്. ഒന്നും അറിയാത്ത പ്രായത്തിൽ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞെ, നിന്റെ നാവിൻ തുമ്പിലേക്ക് വയമ്പ് പകർന്നു തരേണ്ട പ്രായമാണിതെന്നപ്പോഴും നന്നായി അറിയാം. നിവർത്തിയില്ല മുത്തേ, വയമ്പിനു പകരം വിഷത്തുള്ളി പകരട്ട കുഞ്ഞേ എന്ന് പറഞ്ഞ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളുമൊക്കെയായി ഈ രാജ്യത്ത് 3.5 ലക്ഷം കർഷകർ 20 വർഷത്തിനകം കടബാധ്യത നിമിത്തം ആത്മഹത്യ ചെയ്തുവെങ്കിൽ ഞങ്ങൾ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നു, കോൺഗ്രസിനോട് ചോദിക്കുന്നു, നിങ്ങൾ കൊട്ടിക്കോട്ടിക്കുന്ന ഈ നവലിബറൽ സാമ്പത്തിക നയം ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലേ നിങ്ങൾ? ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന 2013 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. ഇന്ന് അറിവ് ആരുടെയും കുത്തകയല്ല. രാഹുൽ ഗാന്ധി ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സദസ്സിലുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് തന്റെ മൊബൈലിലേക്ക് കയറി ഇവരെ വാഴ്ത്തിപ്പാടുന്ന പുതിയ കാലം, പുതിയ രാഷ്ട്രം, ആ രാഷ്ട്രം എന്താണെന്നറിയുവാൻ ഗൂഗിളിനകത്തേക്ക് കയറി ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്നോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയാകും. ലോകത്തിലെ 10 രാഷ്ട്രങ്ങളുടെ കണക്കാണത്. ആ 10 രാഷ്ട്രങ്ങളുടെ കണക്കിൽ ഇന്ത്യ എന്ന രാജ്യം, ഇവരെ കൊട്ടിപ്പാടുന്ന രാഷ്ട്രം, ഈ പുത്തൻ സാമ്പത്തിക നയം ആശ്ലേഷിച്ച രാജ്യം എത്ര പിന്നിലാണെന്നറിയുമോ? എനിക്കും നിങ്ങൾക്കും ഈ രാഷ്ട്രത്തിനും 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ അതിനും കൃത്യം ഒരു ദിനരാത്രം മുമ്പ് സ്വാതന്ത്ര്യത്തിലേക്ക് മിഴി തുറന്നെഴുന്നേറ്റ ഒരു രാഷ്ട്രമുണ്ട്. എന്റെയും നിങ്ങളുടെയും അയൽ രാഷ്ട്രം, അതിലുപരി എന്റെയും നിങ്ങളുടെയും ശത്രു രാഷ്ട്രം. സ്വാതന്ത്ര്യത്തിലേക്ക് മിഴി തുറന്നെഴുന്നേറ്റു നാളിതുവരെയായി തീവ്രവാദത്തിന്റെ വിധ്വംസകതയുടെ വെടിവെച്ച നിലയ്ക്കത്ത രാഷ്ട്രം പേരു പാകിസ്ഥാൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഇന്ത്യയെക്കാൾ ഭേദമെന്ന് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് സാക്ഷ്യപ്പെടുന്നു. എത്യോപ്യയും കെനിയയും സിംബാബ്വേയും ഇന്ത്യയെക്കാൾ ഭേദമാണ്. എന്തുകൊണ്ട് ഇന്ത്യ ഈ നിലയിലേക്ക് മാറി? സർക്കാരിന്റെ മുഴുവൻ സാമൂഹ്യ ഉത്തരവാദിത്വങ്ങൾ ഉപേക്ഷിക്കുകയാണ്. നമ്മൾ സാധാരണ ചർച്ച ചെയ്യാറുണ്ട്, പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിയന്ത്രണാധികാരം, പാചകവാതകത്തിന്റെ വില നിയന്ത്രണാധികാരം കമ്പനികൾക്ക് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയെക്കുറിച്ച്. പെട്രോളിന്റെ വില ഇങ്ങനെ കൂടാൻ കാരണം പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം രാജ്യത്തെ എണ്ണ കമ്പനികൾക്ക് വിട്ടുകൊടുത്തതാണ്. ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനായ സ്നേഹിതൻ അത് ആഗ്രഹിച്ചതാണോ? കാശ്മീരിനും കന്യാകുമാരിക്കുമിടയിൽ കോൺഗ്രസുകാർ ഉൾപ്പെടെ ഈ രാജ്യത്തെ ഒരു ദരിദ്രനാരായണനും ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം കമ്പനികൾക്ക് വിട്ടുകൊടുക്കണമെന്ന്. പക്ഷേ പെട്രോളിയം രംഗത്ത് മുതൽ മുടക്കിക്കഴിഞ്ഞ കമ്പനികൾ, എണ്ണ കമ്പനികൾ, ആ സ്വകാര്യ എണ്ണ കമ്പനികളുടെ താല്പര്യാർത്ഥം ഈ രാജ്യത്തെ ഗവൺമെന്റ് അവർക്ക് അനുകൂലമായി, വിരലിലെണ്ണാവുന്ന മുതലാളിമാർക്ക് അനുകൂലമായി പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം അവർക്ക് വിട്ടുകൊടുത്തു. അവരിഷ്ടം പോലെ വില നിശ്ചയിക്കുന്നു. ഇതാ ഡീസലിന്റെ വില നിയന്ത്രണാധികാരം കൂടി വിട്ടുകൊടുക്കുകയാണ്. അത് നമ്മൾ സാധാരണ ചർച്ച ചെയ്യാറുള്ളപ്പോൾ നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത ഒരു ഭാഗം, നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോകും. ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം അനുസരിച്ച് നമ്മൾക്കെല്ലാവർക്കും വേണ്ടിവരുന്ന പണം, അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടിവരുന്നത് ആരോഗ്യ ചെലവിനാണ്. എന്റെ ഔഷധശാലയിൽ ചെന്ന് മരുന്ന് വാങ്ങുമ്പോൾ അടിക്കടി ഇങ്ങനെ മരുന്നിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരു അസുഖം വന്നാൽ, ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ, ഡിസ്ചാർജ് ബില്ല് കയ്യിൽ വാങ്ങുന്നതിന് മുമ്പ് സ്വർണം പണയം വെക്കാതെ, കടം വാങ്ങാതെ പോകാൻ കഴിയുന്ന എത്ര പേരുണ്ടാകും? എന്തുകൊണ്ട് ഈ ചികിത്സാ ചെലവ് അനിയന്ത്രിതമായി വർദ്ധിച്ചു? ഓർത്തുവെക്കണം, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ലോകത്തിന് മാതൃകയായി, ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രം അവശ്യ മരുന്നുകളുടെ പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുകയും അത് പരിരക്ഷിക്കുകയും ചെയ്ത രാജ്യത്തിന്റെ പേരായിരുന്നു ഇന്ത്യ. അതിനുവേണ്ടി ഇന്ത്യ ഒരു കമ്മീഷനെ തന്നെ നിയമിച്ചു. കമ്മീഷന്റെ പേര് ഹാത്തി കമ്മിറ്റി. ഹാത്തി കമ്മിറ്റി പഠിച്ചു ഈ രാജ്യത്ത്
അവശ്യമരുന്നുകളുടെ പട്ടികയെ അവർ നിശ്ചയിച്ചു. ആ അവശ്യമരുന്നുകളുടെ പട്ടിക, ആ പട്ടികയിൽപ്പെടുന്ന മരുന്നുകൾക്ക് വില നിശ്ചയിക്കുവാനുള്ള അധികാരം, വില നിയന്ത്രണാധികാരം സർക്കാരിൽ നിക്ഷിപ്തമായി. നമ്മൾ സാധാരണ മരുന്ന് കമ്പനിയിൽ, മരുന്ന് കടയിൽ പോയി വാങ്ങിയാൽ മിക്കവാറും മരുന്നുകൾ ഒരു കമ്പനിയാണ്, റാൻബാക്സി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ റാൻബാക്സി ഇന്ത്യൻ കമ്പനിയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഈ വർത്തമാനം പറയുമ്പോൾ അതൊരു ജപ്പാൻ കമ്പനിയാണ്. അതൊരു ജപ്പാൻ കമ്പനി വാങ്ങിക്കഴിഞ്ഞു അതിന്റെ മുഴുവൻ ഷെയർ. മറ്റൊരു കമ്പനി, വളരെ പ്രധാനപ്പെട്ട ഗോവ ആസ്ഥാനമാക്കിയ മറ്റൊരു മരുന്ന് കമ്പനി, ആ മരുന്ന് കമ്പനി സൗത്ത് ആഫ്രിക്ക കേന്ദ്രീകരിച്ച മറ്റൊരു കമ്പനി ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിലൂടെ 100% ഷെയറും വാങ്ങി. ഇതിന്റെ പ്രശ്നം എന്താണ്? നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നമുക്ക് ആവശ്യമായ പരമാവധി മരുന്നുകൾ, ആ ബഹുഭൂരിപക്ഷം വരുന്ന ഔഷധങ്ങളും ഇന്ന് നിർമ്മിക്കുന്നത് പോലും നമ്മളല്ല, നമ്മുടെ രാജ്യത്തെ കമ്പനികൾ പോലുമല്ല, വിദേശ കമ്പനികളാണ്. ആ വിദേശ കമ്പനികൾക്കും രാജ്യത്തിനകത്തുള്ള കമ്പനികൾക്കും ഇഷ്ടം പോലെ മരുന്നിന്റെ വില നിയന്ത്രിക്കുവാനുള്ള അധികാരം കൊടുക്കുകയാണ്. അവരാണ് വില നിശ്ചയിക്കുന്നത്. അവശ്യമരുന്നുകൾക്ക് എന്താണോ ഉൽപാദന ചെലവ്, ആ ഉൽപാദന ചെലവിൽ അധിഷ്ഠിതമായി മാത്രമേ വില നിശ്ചയിക്കാവൂ എന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത നയമായിരുന്നു. ആ നയം പിച്ചിച്ചിന്തി ഈ ഗവൺമെന്റ്. എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. രാജ്യത്ത് റേഷൻ കൊടുക്കാൻ പണമില്ല മൻമോഹൻ സിംഗിന്റെ കയ്യിൽ. മൻമോഹൻ സിംഗിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സഹോദരിമാർക്ക് അടുക്കളയിൽ ഉപയോഗിക്കുവാനേ പാചകവാതകം കൊടുക്കാൻ പോലും പണം കായ്ക്കുന്ന മരമില്ല എന്ന് മൻമോഹൻ സിംഗ്. ആ മൻമോഹൻ സിംഗിനോട് ഞങ്ങൾ ചോദിക്കുന്നു, എവിടെയാണ് 1.76 ലക്ഷം കോടിയുടെ പണം കായ്ക്കുന്ന മരമുണ്ടായിരുന്നത്? കോടികളുടെ അഴിമതി നടക്കുന്ന ഒരു രാജ്യത്ത് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിനകത്ത് 1.76 ലക്ഷം കോടി 2G സ്പെക്ട്രം കുംഭകോണത്തിന്റെ തുക മുഴുവൻ കൊണ്ട് നോട്ടുകെട്ടുകൾ കൊണ്ട് കുന്നുകൂടിയിട്ടാൽ എണ്ണിത്തർക്കം കഴിയോ? എത്ര ദിവസം നിന്നാൽ എണ്ണിത്തീരും? ഈ രാജ്യത്തെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന കോടികളുടെ അഴിമതിയുടെ ഘോഷയാത്രകൾ ഒരു വശത്ത്, 2G സ്പെക്ട്രം കൽക്കരി പ്രധാനമന്ത്രി പോലും നേരിട്ടിടപെടുന്ന അഴിമതിയുടെ ഘോഷയാത്രകൾ. ആ രാജ്യത്തൊരു ഗവൺമെന്റ് പറയുന്നു റേഷൻ തരാൻ പോലും കയ്യിൽ പണമില്ല എന്ന്. എന്തുകൊണ്ട് റേഷൻ കടകൾ അടച്ചുപൂട്ടുന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചറിയേണ്ടത് ടൺ കണക്കിന് ഗോതമ്പും അരിയും ഭക്ഷ്യധാന്യങ്ങളും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകളിൽ കിടന്ന് ചീഞ്ഞു നാറുമ്പോൾ ദുർഗന്ധം സഹിക്കവയ്യാതെ ചീഞ്ഞു നാറുന്ന ആ ഭക്ഷ്യധാന്യങ്ങൾ നടുക്കടലിൽ കൊണ്ടുപോയി കെട്ടിത്തട്ടുന്ന ഒരു രാജ്യത്ത് പട്ടിണി കിടക്കുന്ന മനുഷ്യന് പട്ടിണി മാറ്റാൻ, അന്നം കൊടുക്കാൻ ഞങ്ങൾ സബ്സിഡി ചിലവാക്കില്ല. കടലിൽ കൊണ്ടുപോയി എറിയാലും യുവറ്റകൾക്ക് സൗജന്യമായി കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിലെ ജനസഹസ്രങ്ങളുടെ മുഖത്തേക്ക് ചൂണ്ടുനിന്ന് ഒരു സർക്കാർ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്. ആ യുദ്ധപ്രഖ്യാപനം നെഞ്ചോട് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ത്യൻ ജനതയുടെ ഹൃദയവികാരം ഏറ്റുവാങ്ങി CPIM ഈ പോരാട്ടത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. പാസ്റ്റർ നിമോയിലെ എന്ന ജർമ്മൻ കവിയുടെ മനോഹരമായ ഒരു കവിതയുണ്ട്. ആദ്യം അവർ ജൂതന്മാർക്കു നേരെ ചെന്നു, ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ ജൂതനല്ലായിരുന്നു. പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റുകൾക്കു നേരെ ചെന്നു, അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ. പിന്നീട് അവർ തൊഴിലാളികളെ തേടി ചെന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ തൊഴിലാളിയല്ലല്ലോ. ഒടുവിൽ അവർ എനിക്കു നേരെ വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് 1991 കോൺഗ്രസ് ഈ നവലിബറൽ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ, പിന്നെ വന്ന ഭാരതീയ ജനതാ പാർട്ടി അതേ നയം എടുത്തു പിടിച്ചപ്പോൾ, ഇന്ത്യയുടെ പൊതുമേഖലകൾ പൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും കരുതി എന്റെ കച്ചവട സ്ഥാപനമല്ലല്ലോ പൊട്ടുന്നത്, പൊതുമേഖലയല്ലേ പൊട്ടുന്നത്, എന്നെ ബാധിക്കില്ലല്ലോ ഇത് എന്ന്. ഇന്ത്യയുടെ തെരുവുകളിൽ, ഇന്ത്യയുടെ കർഷക ഗ്രാമങ്ങളിൽ, ഹൃദയങ്ങളിൽ ഇന്ത്യയിലെ കൃഷിഫലന്മാർ കടബാധ്യത നിമിത്തം കെട്ടിത്തുങ്ങി മരിച്ചപ്പോൾ, തീകൊളുത്തി ആത്മഹൂതി ചെയ്തപ്പോൾ ഏതോ കർഷകരല്ലേ ഭരിക്കുന്നത്, എന്നെ ബാധിക്കില്ലല്ലോ എന്ന് കരുതി. ഇന്ന് നോക്കൂ, എല്ലാവരിലേക്കും അത് എത്തി നിൽക്കുന്നു. സർക്കാർ ജീവനക്കാർ കരുതി ഞങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങൾക്ക് കൃഷിയില്ല, കച്ചവടമില്ല, ഞങ്ങളിതാ സർക്കാർ തരുന്ന ശമ്പളം ഞങ്ങളെ എങ്ങനെ ബാധിക്കും? അവരോട് പറയുന്നു പെൻഷനില്ല. എല്ലാവരെയും ബാധിക്കുകയാണ്. ഫ്ലാറ്റുകളിൽ ജീവിച്ചിരുന്നവർ അന്തരീക്ഷത്തിലാണ്. 10ാം നിലയിലെ കൊച്ചമ്മ ആകാശത്തിനോടാണ് വർത്തമാനം പറഞ്ഞിരിക്കുന്നത്, തറയിലേ അല്ല. തറയിൽ നടക്കുന്ന ഒരു സമരത്തോടും പുച്ഛമായിരുന്നവർ. അവരോട് ഒരു ദിവസം മൻമോഹൻ സിംഗ് പറഞ്ഞു, ഇനി അവിടെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, എടുത്ത് വെളിയിലിറങ്ങി ഒരു മൺവെട്ടിയും കോടാലിയും ഒക്കെയായി പോയി
വിറവ് കീറി വേണമെങ്കിൽ തീയരിച്ചോളണം. അപ്പോഴാ കൊച്ചപ്പക്ക് മനസ്സിലായത് ഫ്ളാറ്റിന്റെ മുകളിൽ 10ാം നിലയിലാണ് ജീവിച്ചതെങ്കിലും എന്നെയും ബാധിക്കുന്ന ഏർപ്പാടാണ് ഈ ആഗോളവൽക്കരണമെന്ന്. ബാധിക്കാത്തവരായിട്ട് ആരുമല്ലേ? പെൻഷൻ പ്രായം കൂട്ടുന്നതിനെ കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ജീവനക്കാർ കരുതും പെൻഷൻ പ്രായം കൂട്ടിയാൽ എന്താ, അപ്പോഴാണ് പെൻഷനേ ഇല്ല എന്ന് സർക്കാർ പറയുന്നത്. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, രാജ്യത്ത് ഔഷധ നിർമ്മാണ രംഗത്ത് ഇത്രയും വലിയ കുത്തകവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയും ജനങ്ങൾ മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ കടം വാങ്ങേണ്ടി വരികയും ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇന്ത്യ സർക്കാർ ഗവൺമെന്റിന്റെ കീഴിൽ ഉണ്ടായിരുന്ന 5 പൊതുമേഖലാ മരുന്ന് കമ്പനികളുണ്ട്. ആ 5 പൊതുമേഖലാ മരുന്ന് കമ്പനികളിൽ 4 എണ്ണവും പൂർണ്ണമായി പൂട്ടി. ഒരെണ്ണത്തിലാണ് നാമമാത്രമായ ഉൽപാദനം ഇപ്പോൾ നടക്കുന്നത്. ഇത്രയും കർഷകർ കടബാധ്യതയാൽ ആത്മഹത്യ ചെയ്ത ഒരു രാജ്യത്ത് രാസവളത്തിന്റെ വില നിയന്ത്രണാധികാരം കമ്പനികൾക്ക് വിട്ടുകൊടുത്തു. കൊടിയ അനീതിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, സങ്കുചിതമായ രാഷ്ട്രീയത്തിന്റെ അഭിപ്രായ വ്യത്യാസത്താൽ നമുക്കിതിനോട് മാറി നിൽക്കാനാകുമോ? സാധിക്കില്ല. നാട് മാറുകയാണ്. ഡൽഹിയിലെ ജന്മസ്ട്രീറ്റിൽ AICCയുടെ മട്ടുപ്പാവിൽ പാറിപ്പറക്കുന്ന കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയും പിടിച്ചുകൊണ്ട് INTUC-കാരൻ വിളിച്ചു, സോണിയാഗാന്ധി UPA സർക്കാർ മുർദാബാദ്, തുലഞ്ഞു പൊട്ടെ എന്ന് വിളിച്ചു. എന്തുകൊണ്ട് കോൺഗ്രസുകാരനായ INTUC-കാരന് സമരഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു? ജീവിക്കുവാനുള്ള പടയോട്ടമാണ് ഇതിന്റെ സ്നേഹിത. ഞങ്ങൾ ഈ സമരം നടത്തുന്നു, ഞങ്ങൾ ഈ മുദ്രാവാക്യം മുഴക്കുന്നു. പക്ഷേ നിന്റേതുകൂടിയാണ് ഈ മുദ്രാവാക്യം. കാരണം എന്റെയും നിന്റെയും ജീവിതം ഒന്നാണ്. ഈ തിരിച്ചറിവാണ് ഈ നാടിന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരു വശത്ത് സബ്സിഡി കൊടുക്കാൻ പണമില്ല, മറുവശത്ത് ഞാൻ പറഞ്ഞു കുംഭകോണങ്ങളുടെ കഥ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. 1 രൂപ കൃഷിക്കാരന് സബ്സിഡി കൊടുക്കാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാർ ഇവിടെ ഈ കാട്ടായിക്കുണത്തെ ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് ഒരു മിനറൽ വാട്ടർ വാങ്ങിയാൽ ഒരുപക്ഷേ കാണാം കിങ്ഫിഷർ കമ്പനി, കുടിവെള്ള കമ്പനി മുതൽ വിമാന കമ്പനി വരെ ഉണ്ടായിരുന്ന ലോകത്തിലെ അതിസമ്പന്നരിൽ ഒരാളായിരുന്ന വിജയ് മല്യ. ആ വിജയ് മല്യ വലിയ കടക്കണിയിൽ പെട്ടുപോയി. വിജയ് മല്യ ദേവസന്നിധിയിലേക്കോടി. അത് പളനിയിലേക്കായിരുന്നില്ല. ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ കൺകണ്ട ദൈവം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മുമ്പിലാണ് അദ്ദേഹം ചെന്നത്, സാഷ്ടാംഗം പ്രണമിച്ചത്. കപ്പത്തുമ്പൂ എന്നെ രക്ഷിക്കണം ആവലാതി പറഞ്ഞത്. ആ ദൈവം കണ്ണു തുറന്നു, കണ്ടു ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യന്റെ പട്ടിണിയും ദുരിതവും വറുതിയും വേദനയും, പിന്നെ മരിച്ചു വീഴുന്ന കർഷകന്റെ അവന്റെ ബന്ധുക്കളുടെ ആത്മരോധനവും അവന്റെ ചിതയിലെ തീയും കാണാൻ കണ്ണു തുറക്കാത്ത മൻമോഹൻ സിംഗ്, ആ മൻമോഹൻ സിംഗ് വിജയ് മല്യ എന്ന ലോകോത്തര കോടീശ്വരന്റെ വേദനയ്ക്ക് മുമ്പിൽ മനസ്സും കണ്ണും തുറന്നു വെച്ചു. വിജയ് മല്യക്കുണ്ടായിരുന്ന മുഴുവൻ കടവും സർക്കാർ ഏറ്റെടുത്തു. നിങ്ങൾക്കറിയോ, SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ വിജയ് മല്യക്കുണ്ടായിരുന്ന ലക്ഷങ്ങളുടെ കോടികളുടെ ബാങ്ക് വായ്പ, ആ മുഴുവൻ ബാങ്ക് വായ്പയും സർക്കാർ ഏറ്റെടുത്തു. എനിക്ക് നിങ്ങൾക്ക് ഈ നാട്ടിലെ ദരിദ്രനാരായണന്റെ പിച്ചച്ചട്ടിയിലേക്ക് വെച്ചിടാൻ 1 തുണ്ട് രൂപ എന്റെ കയ്യിലില്ലെന്ന് പറയുന്ന മൻമോഹൻ സിംഗ്, ആ മൻമോഹൻ സിംഗ് ആണ് വിജയ് മല്യയുടെ മുമ്പിൽ കണ്ണുകൾ തുറന്നു വെച്ചത്, ഹൃദയം വിശാലമായി പ്രവർത്തിപ്പിച്ചത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എത്രയെത്ര നികുതികളാണ് എഴുതി തള്ളുന്നത്. എന്റെ പ്രിയപ്പെട്ട സ്നേഹിത, നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് ദരിദ്രരുടെ ഒന്നിച്ചുള്ള പോരാട്ടമാണ്. എല്ലാ പാർട്ടിയിലും പെട്ട ദരിദ്ര, എല്ലാ മതവിഭാഗത്തിലും പെട്ട ദരിദ്ര, ജീവിക്കാൻ നിവർത്തികേട് കൊണ്ട് ബുദ്ധിമുട്ടുന്നവ, അവർ ആരൊക്കെയുണ്ടോ അവരുടെ പടപ്പുറപ്പാടിനുള്ള കാഹളമാണ് CPIM ഈ ജാഥയിലൂടെ, ഈ പ്രക്ഷോഭത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്.